അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, എനിക്ക് മക്കൾക്ക് സുഖമാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ സ്കൂളിൽ പഠിത്തമില്ല, ഇനി തിങ്കളാഴ്ച മുതലേ ഉള്ളൂ. കുറേ പേര് ചോദിച്ചു മക്കൾ സ്കൂളിൽ പോകണില്ലേ. പിന്നെ മുത്തുമോൻ വന്നിട്ട് പോകണം കേട്ടാ, ഞാൻ നോക്കിയത്. പിന്നെ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടാ, അത് നാളെ തൊട്ട് വെള്ളം ഒഴിക്കണം. ആലുവ അടുപ്പില്ലേ, അത് വെച്ച് നല്ല ചൂടുന്ന് പണി കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഒരുപാട് താമസിച്ച്. പിന്നെന്തൊക്കെയാണ്, ചോറ് കഴിച്ച്, ചോറും അച്ചാറും ചീനി അവിയലും ഇന്നലത്തെ മീൻകറി. ഉമ്മാക്ക് അൽഹംദുലില്ലാ കുഴപ്പമില്ല. പാപ്പാക്ക് പനീരതുണ്ട്, അത് ശരീരം ഓക്കെ ആയില്ല. എന്നെങ്കിൽ ഞാൻ പോയി, പാപ്പായും ഞാനും കൂടെ പോയി പോത്തിനെ മേടിച്ചേനെ. മസ്റൂറ പഠിക്കുന്നുണ്ട്. മിച്ചുമോൻ അപ്പുറത്തിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ. അടുപ്പിന് 7000 രൂപയായി. അത് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി സാധനങ്ങൾ ഇത്രയും, ഇനിയിപ്പോൾ ടൈല് അതൊക്കെ ഇടണം. ഈ അടുപ്പ് മാത്രം വെച്ചത് 7 രൂപ ആയിട്ടുണ്ട്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ. ഞാൻ ഇന്നൊരു വാളുവിനെ കുറിച്ച് ഇട്ടിട്ടില്ലേ, അത് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നവരനെ പറഞ്ഞാൽ നല്ല കൂടിയ മൊബൈലിൽ ഇരിക്കണ, ഒന്ന് വീഡിയോ പിടിക്കുമോ. അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ സാധിപ്പിച്ചു കൊടുത്തത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു പ്രസംഗത്തിനൊരു വേദി ഭയങ്കര ഇഷ്ടമുള്ളൊരു മനുഷ്യനാണ്. പിന്നെ വേറൊരു കാര്യം, ആ കമൻറ്റ് 2-3 കമൻറ്റിലൂടെ ഞാൻ കണ്ട്, എൻ്റെ ഭർത്താവിനെ കൊന്നത് ഞാനാണ് എന്ന്. ഞാൻ ഒരു കാര്യം നിങ്ങളടുത്ത് പറയും, ഈ റബ്ബർ പാലിൽ ഞാൻ വീഴുന്ന ജീവികളെ പോലും ഞാൻ എടുത്തു കളഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പാലെടുക്കുന്നത്. ഞാൻ ഭർത്താവിൻ്റെ കാര്യം പറയാത്തൊരു കാര്യം, എനിക്കൊരു ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടായി. അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ 3ാമത്തെ ആളിനെ കുറിച്ച് പറയാത്തത്. അദ്ദേഹത്തിന് നാട്ടിൽ വന്നിട്ടാണ് അദ്ദേഹം ഈ ഒരു ഇതായിപ്പോയത്. ഞാൻ നമ്മളെ മക്കളെ കാണാൻ വന്നിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ ഡിസംബറിൻ്റെ ആയിട്ട് തൊട്ട് മുന്നത്തെ ഡിസംബറിൽ എല്ലാം ഒഴിവാക്കി. പള്ളി സമക്ഷത്തിൽ അന്ന് വൈകിട്ട് അസറിൻ്റെ സമയത്ത് ഉപ്പാൻ്റെ സർജറിക്ക് മുന്നേ ആയിരുന്നു എഴുതി എല്ലാ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് ഇനി ഒരു ശല്യത്തിന് പോവില്ല എന്നും ഒക്കെ എന്നെ കൊണ്ട് എഴുതി മേടിപ്പിച്ച്. പക്ഷേ ഇക്കാൻ്റെ ആധാർ എൻ്റെ അഡ്രസ്സിലായിരുന്നു, അത് മാറി. പിന്നെ ഇക്കാൻ്റെ പഴയ ആധാറുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കുണ്ടായ നഷ്ടം അത് പോട്ടെ. അദ്ദേഹം കുറേ സാധനങ്ങൾ ഗൾഫിൽ നിന്ന് വരുന്നതിന് തൊട്ട് മുന്നേ കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് മക്കളെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പോഴും മോൻ ചോദിക്കുന്നത് എന്താണ്, വാപ്പ ഉമ്മ ആ സാധനങ്ങളെല്ലാം വാപ്പ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് എന്തുമ്മ കൊണ്ടുവരാത്തേന്ന് 4 വയസ്സുള്ള മോൻ ചോദിക്കണം. ഞാൻ പറഞ്ഞു, മക്കളെ ഉപ്പ മരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറയാന്, മരിച്ചു പോയാ എന്നിട്ട് കുറേ നേരം കരഞ്ഞിട്ട്, ഉമ്മച്ചി ഉണ്ടല്ല എൻ്റെ കൊച്ചു ഷംസൂനെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. പിന്നെ ഉപ്പ ഇല്ലാത്ത വളർത്തുന്നതും ഉമ്മ വളർത്തുന്നതും രണ്ട് കാഴ്ചപ്പാടാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റിലൂടെയൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കരുത്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ആദ്യം അറിയുന്നത്, എന്നൊരാൾ ഫോൺ വിളിച്ച് പറഞ്ഞു ഷംസുദ്ദീൻ മരണപ്പെട്ടു പോയി. ആ നിമിഷം തന്നെ ഞാൻ കൊല്ലത്തുള്ള അവരെ ഫ്രണ്ട്സുകളുണ്ടായിരുന്നു, അവരെ നിന്ന് നമ്പർ മേടിച്ച് ഞാൻ വിളിക്കുമ്പം പോലീസ് സ്റ്റേഷനിലാണ് ഫോൺ എടുത്തത്. പോലീസ് പറഞ്ഞ് ഷംസുദ്ദീൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്നെ ആരാണ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കൊല്ലത്തുള്ള ഭാര്യയാണ് എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നമുക്കൊരു മകനും ഉണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ പോലീസ് പറഞ്ഞതാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ അറിയണത് എത്രത്തോളം എന്തുമാത്രം ഞാൻ ഷംസുവിനെ സ്നേഹിച്ചു എന്ന്. എന്നെ നെജിയെ പൊന്നാന്നേ വിളിക്കുള്ളൂ, മിണ്ടാരുവന്നെ ആ വാക്കാണ്. അപ്പോഴാണ് എന്തിനാണ് പൈസ, വാ ആകെ 10 രൂപ ഉമ്മച്ചിരിയല്ലേ ഉള്ളു, അത് ഉപ്പച്ചിക്ക് കൊടുത്തു. പോത്തിന് നമുക്ക് പിന്നെ മേടിക്കാം മക്കളെ, ഇതിൽ നിന്ന് എടുത്തു. ഇത്ര പൈസ ഉമ്മീരെ ഉള്ളടാ, അത് ഉപ്പാൻ്റെ കൂടെ. അത് 10 രൂപയാണ് മക്കളെ, വലിയ ചില്ലറ എടുത്തു. അപ്പോഴേ മുത്തുമോന് വന്ന് ഉപ്പാൻ്റെ പോത്ത് മേടിക്കാൻ 10 രൂപ എടുത്തുകൊണ്ട് കൊടുക്കാന്ന്. ഉപ്പാക്ക് വയ്യാത്തതുകൊണ്ടാണ് പോവാത്ത കേട്ടാ. ഇനിയിപ്പോൾ ഉപ്പ അസറൊക്കെ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഷംസുദ്ദീൻ ഇങ്ങനെ മരണപ്പെട്ടു എന്നറിഞ്ഞു. ആദ്യം എൻ്റെ അടുത്ത് പോലീസ് പറഞ്ഞത് എന്താണ്, ശ്മശാനത്തിൽ എന്നാണ് പറഞ്ഞത്. പിന്നെയാണ് ഞാൻ ആ ഖബർസ്ഥാനി കാണുന്നത്. അദ്ദേഹത്തിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റൂല, കാരണം ഇന്ന് ഭൂമിയിലില്ല.
പിന്നെ എൻ്റെ തെറ്റാണോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇക്ക ഒരു മാർച്ച് മാസമാണ് ഇവിടെ നിന്ന് പോകുന്നത്. മാർച്ച്, ഏപ്രിൽ ഫസ്റ്റ് റമദാനായിരുന്നു ജോലി ചെയ്ത്. ആ ഒരു മാസം 30,000 രൂപ അദ്ദേഹം അയച്ചു. പിറ്റെന്ന 30 തൊട്ട് അവരടുപ്പമായി എന്നാണ് അറിയുന്നത്. അവളിന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവൾ ഇവിടെ 2 വട്ടം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ഇത് മെഡിക്കൽ എടുത്തപ്പോൾ 2 മെഡിക്കലും ഇക്കാക്ക് ഫെയിലായി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാനൊരു കേസിനോ വഴക്കിനോ ഒന്നും പോയില്ല. കാരണം എന്ന് വെച്ചാൽ സന്തോഷമായിട്ട് എവിടെയെങ്കിലും ജീവിക്കട്ടെ, എന്നെങ്കിലും ഒരു സമയത്ത് തെറ്റ് തിരുത്തും. അതിന് മുമ്പ് ഇക്ക ഹിന്ദു മതമായി കളഞ്ഞു, പൊട്ടൊക്കെ തൊട്ട് ബാക്കി കാര്യങ്ങൾ എല്ലാം ആയി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളും പോയ കടമെങ്കിലും അള്ളാനെ ഓർത്ത് തീർത്ത് തന്നു. പോയ കടം 1,15,000 രൂപ, 1,10,000 രൂപ മോനിക്ക് ഇത് കടം തീർക്കാനും 5 രൂപ മക്കൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നു. ഇത് തന്നെ 10 രൂപ പലിശയും 1,00,000 രൂപ കടവും. ബാക്കിയൊക്കെ അയച്ചുന്ന പൈസയൊക്കെ എല്ലാം എൻ്റെ ഇതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസാക്ഷൻ നടന്നില്ല അത്. അല്ലാ, പിന്നെ മരിച്ചപ്പോഴാണ് ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നറിഞ്ഞത്. അപ്പം ഒരു പെണ്ണിനും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഇന്നും തീരാ ദുഃഖമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം അവിടെ എൻ്റെ കൂട്ടുകാരിയൊക്കെ ഉമ്മാക്കൊക്കെ കൊടുത്തു. കാരണം ആ ഓർമ്മ നിൽക്കുമ്പം ഞാൻ വല്ലാണ്ട് മാനസിക പ്രശ്നമാവും. ആദ്യത്തെ ഭർത്താവിൻ്റെ കൂടെ 4 മാസം, ആദ്യത്തെ 2 മാസം, പിന്നെ ഒത്തുതീർപ്പായി ഇതായി 2 മാസം. ആ 2 മാസത്തിൻ്റെ കാലയളവിലാണ് 2 മക്കൾ ജനിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വിവാഹത്തിൽ 28 ദിവസത്തെ ദാമ്പത്യമുണ്ട്. അതിനെക്കുറിച്ചിട്ട് എനിക്ക് ഈ ഏറ്റവും കൂടുതൽ ഞാൻ ജീവിച്ചത് ഷംസുവിൻ്റെ കൂടെയാണ്. മക്കൾ പക്ഷേ ഉപ്പ വിളിച്ചത് ഷംസുവിനെയാണ്. ഒരൊറ്റൊരാളിനെയാണ് ഉപ്പ വിളിച്ചത്, ഷംസുവിനെ മാത്രമേ. പക്ഷെ നല്ലണക്ക് ജോലി ചെയ്ത് ആദ്യം വെള്ളം കൊണ്ടുപോകുന്ന കമ്പനിയിൽ, പിന്നെ ഈ മീൻ കച്ചവടത്തിന് ഇറങ്ങിയപ്പോഴാണ് ഈ കൊറോണ വന്നതിന് ശേഷമാണ് പിന്നെ കുറച്ച് പ്രശ്നങ്ങളും ഇവിടെ വെച്ച് അടിയും പ്രശ്നമൊക്കെ ആയതും കാര്യങ്ങളും ഒക്കെ. ഒരു ബൈക്കൊക്കെ എടുത്തു കൊടുത്തായിരുന്നു, ഗ്ലാമർ. നമുക്ക് ജീവിക്കാൻ പറ്റിയില്ല. പോണതിന് മുമ്പ് നെജിയെ ഞാൻ പോയ 2 വർഷമേ നിൽക്കുള്ളൂ നെജിയെ, അതിന് മുമ്പ് നീ ഉത്തരവാദിത്തപ്പെട്ട് നിന്ന് കടങ്ങളെല്ലാം തീർക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ആട്ടിനെല്ലാം കൊടുത്ത് നമുക്കൊരു പാർട്ടി ലെവലിലൊരു കടം ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്ത്. പിന്നെ ഇക്കാക്ക് അവളില്ലാതെ പറ്റില്ല, 1ഉം 2ഉം പറഞ്ഞ് എപ്പോഴും പ്രശ്നവും കാര്യങ്ങളും. പിന്നെ നിന്ന് തലാക്ക് ചൊല്ലി കാര്യങ്ങൾ, അവളില്ലാണ്ട് പറ്റൂല. പിന്നും പൊരുത്തം ചോദിച്ചിട്ട് റമദാനിക്ക് വന്നു. പിന്നെയാണ് ടിക്ടോക്ക് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റില്ല, ഒരാളാണ് എനിക്കെടുത്ത് അയച്ചു തന്നത്, പൊട്ടും തൊട്ടുള്ളത്. അവരെല്ലാവരും കൂടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തി കൊടുത്ത്. ആ കൂട്ടുകാരൊക്കെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്, മരണപ്പെട്ടതിന് ശേഷം. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി 2 മാസം ഒരുമിച്ച് ജീവിച്ച് അവൾ തിരിച്ചു കയറിപ്പോയി. അവളെ പേരാണ് ബിന്ദു, അടൂരുള്ള. ഇങ്ങനെയൊക്കെ പോണവർക്ക് അവസാനം ഇതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷെ ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ടിയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ പല സാഹചര്യം വന്നപ്പോഴും ചെറിയ മനസ്സാണ്, ഓവർ ടെൻഷനാവും. അന്നാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമിത ആൽക്കഹോൾ കണ്ടൻറ്റ് ശരീരത്ത്. ചെറിയ ഒരു പ്രശ്നം വന്നാൽ പോലും പൊന്നാന്ന് വിളിച്ചിട്ട് എൻ്റെ ബേക്കിൽ നിന്ന് നടക്കുന്നൊരു മനുഷ്യനാണ്. ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണ് അതുപോലെയാണ് ഞാൻ നോക്കിയെടുത്തത്. എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം. നമ്മൾ 2 കളിക്കൂട്ടുകാരാണ്, നിങ്ങൾക്കറിയാമോ. കടപ്പുറത്തു ആഴ്ചയിൽ 3 ദിവസം തടിപ്പണിക്ക് പോവുമെങ്കിൽ 2 ദിവസം റെസ്റ്റാണ്. അത് നമ്മൾ മക്കളെ കൊണ്ട് കറങ്ങാൻ പോകും. മസ്റുമോളെ കേക്ക് മുറിച്ച് മാർച്ച് 28-നാണ് മോളെ ജന്മദിനം. മാർച്ച് 30-ന് ഇവിടെ നിന്ന് കയറി 5 ഫ്ലൈറ്റ് കയറിയാണ് പോയത്. ദുബൈയിൽ ഇറങ്ങാൻ പറ്റൂല. ഇന്ന് ഞാനില്ലാണ്ടായിപ്പോയാലും ഈ മിച്ചുമോനിക്കും മസ്റുമോൾക്കും മുത്തുമോനിക്കും എൻ്റെ വീട്ടുകാരേ ഉള്ളൂ. കാരണം അതിൻ്റെ ഒരു മാനസികാവസ്ഥ, ഷംസുവിൻ്റെ കൂടെയുള്ള മാനസികാവസ്ഥ, തലാക്ക് ചെല്ലിയപ്പം ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഈ ഇടപാടൊക്കെ തീർത്തതൊക്കെ ആയപ്പം ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവും, ഇക്ക പിണങ്ങിപ്പോയിട്ടുണ്ട്, അതൊക്കെ ഒരു ജീവിതത്തിലുള്ളത് തന്നെ. പക്ഷെ ഒരിക്കലും നമ്മൾ തമ്മിൽ എന്ന് വെച്ചാൽ പണി കഴിഞ്ഞിട്ട് വന്നാലും രാവിലെ പോകുമ്പോഴും എൻ്റെ നിന്ന് 1 ഗ്ലാസ് വെള്ളം മേടിച്ചു, അതിന് വെറും ചായ കുടിക്കുകയുള്ളൂ. കുടിച്ച് ഡ്രസ്സ് കൈ കൊടുത്തിട്ട് പോട്ടെ മോളെ എന്ന് പറഞ്ഞിട്ടാണ് പോകണം. ഞാനൊരു കടയിൽ പോയിട്ടില്ല, ഞാനൊരു ജോലിക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോഴെൻ്റെ സാഹചര്യത്തിൽ എല്ലാം ഇറങ്ങിയേ പറ്റൂ. കാരണം ആരുമില്ല, അള്ളാൻ്റെ കാവലല്ലാതെ ആരുമില്ല. പക്ഷേ ഷംസുവിനെ സ്നേഹിച്ചാണ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. അത്രയ്ക്ക് കളിക്കൂട്ടുകാർ. ഈ
ഹിന്ദു മതമായപ്പോഴും ഞാൻ പറഞ്ഞു ഹിന്ദു മതത്തിലോട്ടൊക്കെ പോകരുത്, പേരൊന്നും. അതിന് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത്, കല്യാണ വീഡിയോ പോസ്റ്റ് ചെയ്ത്, എല്ലാം പോസ്റ്റ് ചെയ്തു. എന്നിട്ടും ഞാനിതൊന്നും കാണാനായി നിൽക്കൂല. പേര് മാറി, എല്ലാം മാറി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്തായാലും ആദ്യം ഞാൻ അറിഞ്ഞത് ശ്മശാനത്തിലെന്നാണ്, പിന്നെയാണ് അറിയണത് പൊന്നാനി ഖബർസ്ഥാനി മീസാങ്കല്ല് ഇട്ടിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ കാണുന്നത്. അള്ളാഹു ആ ഒരു ഭാഗ്യമെങ്കിലും കൊടുത്ത്. ആരും സ്വന്തം ഭാര്യേനെയും മതത്തിൽ നിന്ന് പോകരുത്. അവനവൻ്റെ മതത്തിൽ ഇഷ്ടപ്പെട്ടങ്ങ് ഇന്ന് ജീവിക്കുക. മോൻ ചോദിക്കും, മുത്തുമോനും മിച്ചുമോനും ഇങ്ങനെ പറയും തങ്ങളിൽ, ഇതാ നമ്മളെ വാപ്പച്ചി മരിച്ചോ ഇല്ലടാ. ഈ മരിച്ചപ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന്. ആ പ്ലേറ്റും ആ ഇതും അയക്ക കൊണ്ടു തന്ന വന്ന പെട്ടിയും ഒന്നും കളഞ്ഞിട്ടില്ല. സർട്ടിഫിക്കറ്റുകളെല്ലാം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആധാറ് കാര്യങ്ങൾ, എനിക്ക് ഫോട്ടോയൊക്കെ നിങ്ങളെ മുമ്പ് കാണിച്ചു തരണമെന്നും എല്ലാം ഉണ്ട്. പക്ഷേ മരിച്ച മനുഷ്യനായതുകൊണ്ട് അതിന് പകരം വയ്ക്കാൻ എനിക്ക് പറ്റൂല ആരെയും. പക്ഷേ ഇനി മാറുമെന്നും എനിക്കറിയില്ല. ഇതുവരെയും ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. അപ്പം ഒരിക്കലും ഞാൻ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ടോ എനിക്കൊരു ഫോൺ കോളോ വിളിച്ചിട്ടില്ല. ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടായിട്ടുണ്ട്. ഈ പെണ്ണിൻ്റെ വിഷയത്തെ പറ്റിയാണെങ്കിലും സൗദി അറേബ്യയുടെ മണ്ണിൽ പൊട്ടും തൊട്ട് നിൽക്കലേക്കാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ്റെ വാപ്പായ നമ്മൾ 6 വർഷം എടുത്തു വയ്ക്കാം. അത് ATM ന്ന് അങ്ങോട്ട് പോകുമ്പോ എടുക്കാം. പൈസ നാളെ മേടിക്കാം ഇൻഷാ അല്ലാ. അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. ഒന്നും അറിയാതെ ഈ ഭൂമിയിൽ വളരുന്ന മക്കൾ. പക്ഷെ ദുഃഖം, എൻ്റെ ദുഃഖം അന്ന് എന്നെ കരയിപ്പിച്ച ദുഃഖമാണ്. ഇപ്പം അൽഹംദുലില്ലാ ഓക്കെ ആയി വരണുണ്ട്. ആരും സ്വന്തം ഭാര്യേനെയൊന്നും കളഞ്ഞിട്ട് പോവരുത്. പക്ഷെ ഈ മക്കളുടെയൊക്കെ കാര്യം ഉണ്ടാന്ന് വെച്ചാൽ ഭയങ്കര കാര്യമുണ്ട്. സ്നേഹിക്കുമ്പോൾ ഭയങ്കര സ്നേഹിക്കും. അപ്പഴാ വാക്കാണ് ഞാൻ പഠിച്ചത്, പൊന്നാന്ന്. എന്നെ വിളിക്കുന്ന വാക്കാണ് നജിയെ മോളെ പൊന്നാന്ന്. എല്ലാവർക്കും ഒരു മുത്തം കൊടുത്താണ്. എല്ലാവർക്കും മുത്തം കൊടുത്താണ്. അപ്പം ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.